തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത് അതീവ ഗുരുതരമായ തിരിച്ചടിയാണെന്നും ഇപ്പോഴത്തെ അവസ്ഥ നിരാശ പടർത്തുന്നതെന്നും തുറന്നു പറഞ്ഞ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. ഉൾപാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊണ്ട് നിർവ്യാജമായ തിരുത്തലാണ് വേണ്ടതെന്നും ബേബി പറയുന്നു. CPM-ൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും BJP കേരളത്തിൽ പോലും വോട്ട് ചോർത്തുന്നുവെന്നത് ഉത്കണ്ഠാജനകമാണെന്നും MA ബേബി പറയുന്നു. 2014-നെ അപേക്ഷിച്ച് BJP-യുടെ വോട്ട് വിഹിതം ഇരട്ടിയായി. ഈ പ്രവണത തിരുത്താൻ ആവശ്യമായ ഫലപ്രദമായ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കണമെന്നും ബേബി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായതിനെ CPM ജില്ലാ കമ്മിറ്റികൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഭരണത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെയായിരുന്നു വിമർശനം. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാവ് MA ബേബിയും തിരുത്തലുകൾ നിർദ്ദേശിച്ച് രംഗത്തെത്തിയത്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്ന് MA ബേബി പറയുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മാത്രമല്ല പരിശോധിക്കേണ്ടത്, ബഹുജന സ്വാധീനത്തിലും പാർട്ടിക്ക് ചോർച്ച സംഭവിക്കുന്നുണ്ട്. തിരുത്തലുകൾ വരുത്തുന്നുണ്ടെങ്കിലും ഇനിയും തിരുത്തേണ്ട തലങ്ങൾ ബാക്കിയാണ്. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധം സത്യസന്ധവും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനത്തിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാവൂ. ജനങ്ങളുമായി സംസാരിക്കുന്നത് പോലെ പ്രധാനമാണ് അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കുക എന്നതും. എല്ലാ വിഭാഗം ജനങ്ങളുമായും ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. ജനങ്ങൾ പറയുന്നതിലെ ശരിയായ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക എന്നതും പ്രധാനമാണെന്ന് ബേബി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ പാർലമെന്റിലുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണ്. നിരാശ പടർത്തുന്ന അവസ്ഥയാണിത്. ഇടതു സ്വാധീനത്തിൽ നിന്ന് പോലും വോട്ടുകൾ BJP-യിലേക്ക് ചോരുന്ന അവസ്ഥ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. അതീവ ഗൗരവത്തോടെ ഇടപെടേണ്ട അവസ്ഥയാണിത്. പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൽ ചോർച്ചയും ഇടിവും സംഭവിച്ചു. ഇതിന് വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് ഇടമുണ്ടാക്കണം. വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകണം. ജനങ്ങളോട് പറയുന്നത് പോലെ ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും വേണം. അല്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നാണ് MA ബേബി ഓർമ്മിപ്പിക്കുന്നത്. ഈ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഇടതുപക്ഷത്തിനും അതിന്റെ നേതൃത്വത്തിനുമെതിരെ ബോധപൂർവം അപവാദ പ്രചരണങ്ങൾ നടത്തുവാൻ വലതുപക്ഷ ശക്തികളും നിഷ്പക്ഷ താല്പര്യങ്ങളും സ്വാഭാവികമായും ശ്രമിക്കും. ഇപ്പോൾ സംഭവിച്ച ഒരു പരിധിവരെ അനർഹമായ തിരിച്ചടികളിൽ ഇത്തരം മര്യാദരഹിതമായ അപവാദ പ്രചരണങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനെ തിരിച്ചറിയാനും തുറന്നുകാട്ടാനും നിസ്സംശയമായും കഴിയണം. അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളും തെറ്റുകളും നിർവ്യാജം തിരുത്തുന്നതിൽ ഒട്ടും സങ്കോചമോ വിസമ്മതമോ ഉണ്ടാകാൻ പാടില്ലെന്ന് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള കർത്തവ്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ അത് അത്യന്തം വിനാശകരമാകും.